ഇറക്കിക്കൊടുത്ത വലിയ ഒരു ഗ്രന്ഥം, ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഈ ഖുർആനിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, കഴിഞ്ഞു പോയ സംഭവങ്ങൾ, ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം വിശദീകരിച്ച് പറയുന്ന ഒരു അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലേ? ഈ ഖുർആൻ എങ്ങനെ ഓതണം? നമ്മൾ വെറും ഓതിയിട്ട് കാര്യമില്ല, ഇല്ലല്ലോ. ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയിൽ ഒരുപാട് നിയമം ഉണ്ടാകും. അത് പാലിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? അടിയല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പണിഷ്മെന്റ് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും അതിനൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഒരു നിയമങ്ങളുള്ള ഒരു പ്രത്യേക തരം, മറ്റ് കിതാബുകളെ പോലെയല്ല, മറ്റ് ഗ്രന്ഥങ്ങളെ പോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ത്? പരിശുദ്ധമായ ഖുർആൻ. അതിനൊരുപാട് നിയമമുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഖുർആൻ ഓതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കതിന് ഒരു ഫലം ഉണ്ടാകുമോ? ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ശൈലി, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ നിയമങ്ങൾ, എങ്ങനെ നീട്ടണം, എങ്ങനെ മണിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ഖുർആൻ നല്ല ശൈലിയോട് കൂടെ ഓതുമ്പോൾ നമുക്ക് അതിൻ്റെതായൊരു പ്രതിഫലം കിട്ടും. കാരണം ഒരിക്കലൊരു സ്വഹാബി പരിശുദ്ധമായ ഖുർആൻ അഥവാ അൽ-ബഖറയിലെ ആ ഒരു ഫസ്റ്റ് പേജ് ഇങ്ങനെ ഓതുന്ന സമയത്ത് ഒരു കുതിര ഇങ്ങനെ ചാടുക. ഖുർആൻ ഓത് കേൾക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കുതിര ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ ഓത്ത് നിർത്തുന്ന സമയത്ത് വീണ്ടും ആ കുതിര ചാട്ടം നിർത്തും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കണ്ടപ്പോൾ സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ച്, നബിയെ ഞാനിങ്ങനെ ഓതുന്ന സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അങ്ങയുടെ പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഒരു മാധുര്യമായ ശബ്ദം കൊണ്ട് ആകാശവാനങ്ങളിൽ നിന്ന് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആൻ എവിടെ നമ്മൾ ഓതുന്നോ അവിടെ ആര് വരും? റഹ്മത്തിന്റെ മലായിക്കത്ത് വരും. അപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് അവരെ നമ്മൾ ചുറ്റും ഇരിക്കും. നമ്മൾ എങ്ങനെയാണ് ഓതുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഓതുമ്പോൾ അതിന്റെ ശൈലിയിൽ, പ്രത്യേകിച്ച് ഖുർആൻ ഓതുമ്പോൾ നല്ല ശൈലിയിൽ അല്ലെ, നല്ല ഉച്ചാരണത്തിൽ, നല്ല ഉഷാറില്, നല്ല ഉഷാറോടുകൂടെ ഓതുമ്പോഴേ ആ ഓതുന്നതിന് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫലം കിട്ടും അല്ലേ? ഖുർആൻ നോക്കിയിരുന്നാൽ തന്നെ പ്രതിഫലമാണ് അല്ലേ? ഖുർആൻ ഇങ്ങനെ നോക്കിയിരുന്നാല് അതിൽ തന്നെ എന്തുണ്ട്? നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതുപോലെ ഖുർആനെ ബഹുമാനിക്കാം, ഖുർആനെ പിടിക്കുന്ന രൂപം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒറ്റ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഓതി നോക്കൂ. ആ ആയത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് എന്ത് ചെയ്യണം? ഇവിടെ ഒരാള് നമുക്ക് ഓതിത്തരണം. ഓതിത്തരൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യാ? ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യാം? തജ്വീദിന്റെ ചെറിയ ഒരു ഭാഗം, ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു 4 നിയമങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാ നിയമങ്ങൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? നമ്മളെ തജ്വീദ് തുടങ്ങുന്നതിന്റെ ആ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാവും എന്ത്? ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്ന, ബിലാ ഗുന്ന, ഇഖ്ഫാ, ഇഖ്ലാബ്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞാണ്? ഇൽഹാർ പറഞ്ഞില്ലേ? ഇഖ്ലാബ്, ഇഖ്ഫാ അല്ലേ? ഈ പറയുന്ന എത്ര നിയമങ്ങളുണ്ട്? 5. ഈ 5 നിയമങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. കാരണം ആ 5 നിയമത്തില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൽഹാർ വെളിവാക്കുക, ഇദ്ഗാമും ബിഗുന്ന മണിക്കുക, ബിലാഗുന്ന മണിക്കാതെ ഉച്ചരിക്കുക, ഇഖ്ലാബ് എന്താണ്? മറിച്ച്, ഇഖ്ഫാ മറച്ചു മണിക്കുക. ഈ പറയുന്ന 5 നിയമങ്ങളും നമ്മൾ
കൃത്യമായിട്ട് പഠിച്ചാൽ തജ്വീദിന്റെ ബേസിക്കായ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ മണിക്കല്, എങ്ങനെ നീട്ടല്, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ടത് എന്താണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ ചില ഭാഗങ്ങളിലൊക്കെ അള്ളാഹു അല്ലെ, അള്ളാഹു എന്നുള്ള കൂടുതൽ കുട്ടികൾക്കും തെറ്റ് വരുന്ന ഒരു വിഷയമാണേത്, അള്ളാഹു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഈ അള്ളാഹു എന്നുള്ള എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ലില്ലാഹി അല്ലെങ്കിൽ അഥവാ ഓരോ അർക്കത്തിന്റെ വിഷയം നോക്കിയിട്ട് ഇപ്പോ അള്ളാഹു എന്നുള്ളിടത്ത് സബീലില്ലാഹി എന്ന് പറയുമ്പോൾ അവിടെ ആ അവസാനം വരുന്ന അള്ളാഹ് എന്ന ഇസ്മിന്റെ ജലാലത്താണ്. ഈ ഇസ്മിന്റെ ജലാലത്തില് ചിലപ്പോൾ ചിലവരുണ്ട് ചെയ്യും സബീലില്ലാഹി എന്ന് ഓതും. സബീലില്ലാഹി എന്നുള്ളിടത്ത് എന്ത് ചെയ്യും, സബീലില്ലാഹി എന്ന് ഓതും. അതെന്താണ് ശരിക്കും അവിടെ രണ്ട് നിയമങ്ങൾ, ഏതൊക്കെ, ഒന്ന് ഇഖ്ഫാ അല്ല, ഒന്ന് തർഖീഖ്, ഒന്ന് തഫ്ഖീം. തഫ്ഖീം എന്ന് പറഞ്ഞാൽ എന്താണ്, വായ നിറച്ച് നമ്മൾ ഓതുക. തർഖീഖ് എന്ന് പറഞ്ഞാലോ നേർപ്പിച്ച്. അതൊരു പാട്ടെന്നെ ഉണ്ടല്ലോ, ഏതൊക്കെ, വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണം അത് തഫ്ഖീം, വായിക്കുന്നത് നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ തർഖീഖ്. കണ്ടില്ലേ, കൂടുതൽ കുട്ടികൾക്കും തെറ്റ് വരുന്ന ഒരു സംഭവമാണിത്. കാരണം വായ നിറക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ, ഭക്ഷണം കഴിച്ചിട്ടാണോ? അല്ല. ആണോ? വായ നിറക്ക അല്ലാഹു എന്ന് പറഞ്ഞാണ്, ഉറക്കണ പറയും, അല്ലാഹു. അല്ലാഹു എന്ന് പറയുമ്പോ വായ നിറയുന്നുണ്ടോ? ഇല്ലേ? അല്ലാഹ് പറയണേ, അല്ലാഹ് അല്ലാഹ്. ഇനി ലില്ലാഹി എന്ന് പറഞ്ഞാണ്, ഇത് രണ്ടും ഒരേ ഇസ്മിന്റെ ജലാലത്താ, പക്ഷെ അതിന്റെ അർക്കത്തുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാഹ് എന്ന് പറയുമ്പോൾ മുകളിൽ ഫത്ഹ് വരിക, ലില്ലാഹി എന്ന് പറയുമ്പോൾ അടിയില് കെസ്ർ വരിക. ലില്ലാഹി നേർപ്പിച്ച്, അപ്പൊ അത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കാര്യമാണ്. അല്ലാഹു എന്നാല് തഫ്ഖീം, വായ നിറച്ച് ഉച്ചരിക്കേണ്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പാലിച്ചു ഓതുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അക്ഷരം അല്ലെ, മഖാരിജുൽ ഹുറൂഫ്, അക്ഷരത്തിന്റെ ഉച്ചാരണ ശൈലികൾ അല്ലേ, ഏതൊക്കെയാണ്, തൊണ്ട, നാവ്, പിന്നെന്താണ്, വായയുടെ ഉൾഭാഗം. ഈ വായന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ നാവിലൂടെ വരുന്ന അക്ഷരങ്ങൾ, അത് എത്ര അക്ഷരമുണ്ട്? നാവിലൂടെ തന്നെ വരുന്ന ഏതൊക്കെ, എത്ര അക്ഷരമുണ്ട്? 18 അക്ഷരങ്ങളുണ്ട്. നാവിലൂടെ വരുന്ന അക്ഷരങ്ങൾ 18 അക്ഷരങ്ങളുണ്ട്. അതേപോലെ പല്ലുകള് സൈഡിലൂടെ, അതേപോലെ വായന്റെ തൊണ്ടയില്, അതേപോലെ വായന്റെ ഉൾഭാഗത്ത്, ഈ 3 സെക്ഷനിലൂടെ വരുന്ന ഒരുപാട് ഹിജായിയായ അർഫുകളുണ്ട്. 29 അക്ഷരങ്ങൾ. ഇതിനൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ മാത്രം നോക്കി ശരിയാക്കി ഉച്ചരിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഖുർആൻ ഓതുന്നതിന് പ്രതിഫലം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? അല്ലേ? ഓരോ അക്ഷരം, അലിഫ്, ബ, ഛ, സ, അന, ഓരോ അക്ഷരങ്ങൾ അല്ലെ, ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ശൈലി ഉണ്ട്. നാവ് പഠിക്കലുണ്ടോ? എന്നും രാവിലെ നാവ് പഠിക്കണം. കാരണം എന്താ, ഈ നാവ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കാരണം അക്ഷരസ്ഫുടത അല്ലേ, അക്ഷരസ്ഫുടത എന്ന് പറയുന്ന ഈ ഒരു നാവിലൂടെ വരുന്ന ആ ഒരു സ്ഫുടത ഉണ്ടല്ലോ, അതിനെന്ത് വേണം, നമ്മൾ നാവ് പഠിക്കണം. നാവ് പഠിച്ചാൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. അപ്പൊ ഒരു അക്ഷരത്തിന്റെ ഉച്ചാരണം മാറിപ്പോയാൽ അവിടെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? വാക്ക് മാറും, അഥവാ അർത്ഥം മാറും, ആശയം വ്യത്യാസം വരും. അത് ഭയങ്കര കുറ്റാണ്. അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് പഠിക്കന്നെ വേണം അല്ലേ. 1ാം ക്ലാസ് മുതലേ നമ്മൾ അക്ഷരങ്ങൾ ഇല്ല,
അപ്പൊ എന്താ നമ്മളിങ്ങനെ ഒരു 2, 3, 4 ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ശരിക്ക് ഉച്ചാരണ ശൈലി, ഉച്ചാരണത്തിന്റെ സ്ഥലങ്ങള് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും അല്ലേ? അപ്പൊ അക്ഷരങ്ങൾ 29 അക്ഷരങ്ങൾ അറിയോ? ഒന്ന് പറഞ്ഞാൽ അലിഫ്, ഓർക്കനാ നൂന്, വാവ്, ഹംസ്, ഹാ അല്ലേ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ് ഏത്? ഈ 29 ഇജായായ അർഫുകളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമുണ്ട്. ഏത്? ഈ ഐന് ഗൈന് എന്നുള്ള അക്ഷരം. ഐന് ഗൈന് ഈ 2 അക്ഷരം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാണ്, ഗൈന് എന്ന് പറഞ്ഞാണ്. ഗൈൻ അത് എവിടുന്നാ വരുന്നത്? ഗൈൻ എന്ന് പറയുമ്പോ എവിടുന്നാ? തൊണ്ടയാ. ഗൈൻ ഗൈൻ എന്ന് പറയുമ്പോ ആ തൊണ്ടയിൽ നമുക്ക് ടച്ച് ചെയ്യുന്നില്ല. ഗൈൻ ഐൻ രണ്ട് ഉച്ചാരണമാണ്. ഐന് ഗൈന്, ഐന് ഗൈന്. അതേപോലെ പോ പറയണേ, പോ. ചിലവര് പോ എന്ന് പറയും. പോ എന്ന് പറയുമ്പോ അതൊരു രസമില്ലല്ലോ. പോ ല്ലേ? അതേപോലെ ഷീനും സീനും രണ്ടും ഒരേ ശൈലിയിൽ ഉച്ചരിക്കരുത്. ഷീന് സീന്, കണ്ടില്ലേ? ഷീന് സീന്. അതേപോലെ റ എന്ന് പറയുമ്പോ റ എന്ന് പറയരുത്. റോ കണ്ടില്ല? റോ ഒരു എന്താ പറയാ, ഒരു റോ കണ്ടില്ലേ? അല്ലേ? ഓരോ അക്ഷരത്തിനും ഓരോരോ ശൈലികളുണ്ട്. അതേപോലെ ത എന്ന് ഉച്ചരിക്കുമ്പോ ത എന്ന് അങ്ങനെ പറയരുത്. കണ്ടില്ലേ? കണ്ടില്ലേ? അല്ലേ? സ ജീം ഹ കണ്ടില്ലേ? ഹ എന്ന് പറയുമ്പോ ഒരു കാറ്റ് ചെറുതായിട്ട് വരണം. ഹ ക്ലിയർ ആയിട്ട് വരണം. ഹ അലിഫ് ബ ത സ പറയും. ജീം ഹ ഹ ദാൽ ദാൽ റ സ സീൻ ഷീൻ സ്വാദ്. ഈ സ്വാദും ലോദും, ഈ സ്വ എന്ന് പറയുമ്പോ നമ്മളെ ഈ കവിളുണ്ടല്ലോ, കവിള്, ഇവിടെ ഒരു കാറ്റ് നിറയുന്ന, ഒരു ബലൂണിൽ കാറ്റ് നിറക്കുന്ന പോലെ സ്വ പറഞ്ഞാണ്. സ്വ നമ്മൾ ഈ കവിൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നിറയണം. സ്വ പറഞ്ഞാണ്. സ്വ കണ്ടില്ലേ? അതേപോലെ ഓഫ് കാഫ്, കാഫ് അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ഒന്ന് ഫാത്തിഹ എടുത്താൽ നിങ്ങൾ. ഫാത്തിഹ ഫസ്റ്റ് മുതൽ നമുക്ക് ഫാത്തിഹ ഒന്ന് തുടങ്ങി അല്ലേ? ആയത്തോതുമ്പോ ആയത്തിന്റെ കൂടെ എങ്ങനെ വിരലിങ്ങനെ സഞ്ചരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആയത്ത് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഓതുമ്പോ മനസ്സിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇങ്ങനെ ഓതിയാൽ മതി എന്റെ കൂടെ. മനസ്സിലായില്ലേ? أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. അവിടെ നമ്മൾ അവസാനം വഖഫ് ചെയ്യുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ അവസാനം ഒരു നൂന് വരുന്നില്ലേ? ആ നൂനിന് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ചെറുതായിട്ടൊരു മണിച്ചു കൊടുക്കാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ? ആലമീൻ.
ആലമീൻ. ഇങ്ങനെ ഒരു ശൈലിയോട് കൂടെ ഓതുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവും കേൾക്കാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓതി. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്. നിങ്ങളൊന്ന് ഓതിക്കാണ്. നിങ്ങളൊന്ന് ഓതിക്കാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ചിലപോലെ ഇയാക്കന കന എന്ന് പറയും. അത് രണ്ടും അഥവാ കാഫും നൂനും വേർതിരി. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സ്റ്റോപ്പാണ്? സ്റ്റോപ്പാ? വലിയ സ്റ്റോപ്പ് ആക്കരുത്. ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഇയ്യാക നഅ്ബുദു കണ്ടില്ലേ? ഇയ്യാക നഅ്ബുദു ചെറിയൊരു ബ്രേക്ക് പിടിക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇയ്യാക നഅ്ബുദു രണ്ടും ഒരുമിച്ച് ഓതുമ്പോ അതൊരു കേൾക്കാൻ ഒരു ഇമ്പം കിട്ടുന്നില്ല. കാരണം കാഫും നൂനും വേറെ അക്ഷരമാണ്. ഇയ്യാക നഅ്ബുദു ഓതി. വഇയ്യാക നസ്തഈൻ. പറയാണ്. ചില ആളുകളൊക്കെ ഖുർആൻ ഓതുമ്പോ അഥവാ എന്ന് പറയുമ്പോ അവിടെ ആ ഇഹ്ദിന എന്നുള്ളിടത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ അലിഫിന് എന്തെങ്കിലും ഹർക്കത്തുകൾ ഉണ്ടോ? ഒന്ന് നോക്കി. എന്താ ഉള്ളത്? അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അവിടെ ഈ എന്ന ഈന്ന് ഒരിക്കലും പറയരുത്. കണ്ടില്ലേ? ഇഹ്ദിന പറയണേ. കണ്ടില്ലേ? പറയണേ. മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആ ആയത്തില് എവിടെയെങ്കിലും വഖഫ് കാണുന്നുണ്ടോ? ശരിക്കും നോക്കി. ആ ആയത്തിൽ എവിടെയെങ്കിലും വഖഫുണ്ടോ? ഒറ്റ ആയത്തല്ലത്. പിന്നെ എന്തിനാ ചില ആളുകള് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അത് കേൾക്കാൻ രസമുണ്ടോ ഇല്ലേ? ഞാൻ രണ്ട് തരത്തിൽ ഓതിത്തരാം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതൊരു ശൈലി ട്ടോ. ഞാൻ വേറെ ശൈലി ഓതിത്തരാം.
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇതാണോ രസം? ആദ്യം ഓതിയതാ രസം? രണ്ടാമത്തെ ഓതിയ രസം? ഫസ്റ്റ് ഓതിയത രസം? കാരണം എന്താ? ശൈലിയുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. ഫസ്റ്റത്തെ ഓതിയിൽ ഞാൻ കാണുന്നിടത്തൊക്കെ നിർത്തുന്നുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടൊക്കെ ഞാൻ നിർത്തുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെയും വഖഫ് ഇല്ല. കാരണം പക്ഷെ ഒരു കാര്യമുണ്ട്, അഥവാ ശ്വാസം മുട്ടിയാൽ, ശ്വാസം മുട്ടിയിട്ട് ആകെ ബേജാറായിട്ട് ഓതേണ്ട യാതൊരു ആവശ്യമില്ല. ശ്വാസം മുട്ടിയാണെങ്കിൽ പിന്നെ ശ്വാസം കിട്ടാതെ പിന്നെ അത് പ്രശ്നം. അങ്ങനല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം അല്ലേ, നമ്മളിപ്പോ ബസ്സൊക്കെ കരയിലൊക്കെ ബസ് സ്റ്റോപ്പുള്ളിടത്തല്ല നിർത്തുക, അല്ല സ്റ്റോപ്പില്ലാത്തത് പോയി ബസ് നിർത്തലുണ്ടോ? ഉണ്ടോ? ഇനി അഥവാ ഒരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇപ്പൊ നമ്മളിങ്ങനെ ബസ്സിൽ കയറി നമ്മളെ സ്റ്റോപ്പ് എത്തി നമ്മൾ ഇറങ്ങും. അതേപോലെ അല്ലെങ്കിൽ ഉദാഹരണം പറയാം, നമ്മളെ എന്താ നിങ്ങളെ പേര്, അനാന് കരയിൽ പോയിട്ട് ബസ് കൈ കാട്ടി, പക്ഷെ അനാന് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് നിന്ന ബസ്സിന് കൈ കാട്ടുന്നു, അവിടെ ബസ് നിർത്തുവോ? ഇനി അഥവാ ഒരു ഉദാഹരണം പറയാ, അർജന്റായിട്ട് ഒരു നിലക്കും കഴിയൂല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രയാസമുണ്ട് ഒന്നൊക്കെ, അപ്പൊ അവിടെ ബസ് നിർത്തി ചെരുവിൽ കയറ്റും. എന്നതുപോലെ ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തി, ശ്വാസം കിട്ടുന്നില്ല, ഒരു നിലക്കും മുന്നോട്ട് പോവില്ല, അവിടെ നിർത്തുക. എന്നിട്ട് പിന്നെ ചെയ്യാ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെയാണ് നിർത്തേണ്ടത്. അത് രണ്ട് അലയുന്നോളത്ത് നിർത്തി പോകും. ഒരു പ്രത്യേക ശരിക്കും അത് നിങ്ങൾ പഠിക്കും. ചിലപ്പോ ശ്വാസം ചിലപ്പോ ഒറ്റ ശ്വാസത്തിൽ ചിലപ്പോ ഓതാൻ കഴിയില്ല ചില കുട്ടിയൊക്കെ. അയ്യോ ശ്വാസം ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നുണ്ടോ? ചില ആളുകൾക്ക് ശ്വാസം നല്ല, അപ്പൊ നല്ല സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. കണ്ടില്ലേ? ഇങ്ങനെ ഓതുമ്പോൾ ആ ഒരു കേൾക്കുക അല്ലെ, ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉന്മേഷം അല്ലെ. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഖുർആൻ എങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഫോണിലൊക്കെ വെച്ച് കേട്ടോക്കി ഒരു പ്രത്യേകത്തൊരു മനസ്സിനൊരു കുളിർമ ഉണ്ടാകും. അത് നിങ്ങൾ ഏത് പാട്ടിനോ സിനിമാ പാട്ടിനോ അല്ലെങ്കിൽ വേറെ ഏത് പാട്ടിനോ ഖുർആൻ ഓതുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കാനൊരു പ്രത്യേക രസം. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ തന്നെ വന്നിരിക്കും. അതിനെന്ത് വേണം? ഖുർആനിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് മടിച്ച് നീട്ടി ഇതൊക്കെ ചെയ്ത് ഓതുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവും. അതിൻ്റെ ലോകത്തേക്കാണ് കടന്നാൽ അതൊരു വേറൊരു ലോകമാണ്. തജ്വീദിന്റെ ലോകം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലോകം. നമ്മൾ ഈ മദ്രസയിൽ കാണുന്ന പുസ്തകത്തിൽ മാത്രമല്ല ഒതുങ്ങുന്ന തജ്വീദ്. ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു പഠനമാണ് തജ്വീദ്. തജ്വീദിൽ ഗവേഷണം ചെയ്യുന്നവരുണ്ട്. കാരണം തജ്വീദ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. തംബീഹ് 1, തംബീഹ് 2 അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് തജ്വീദിൽ. പക്ഷെ അതിൽ നിന്ന് ബേസിക്കായ വിഷയങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എവിടെ പഠിപ്പിക്കുന്നത്? മദ്രസയിൽ. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം അല്ലേ. അപ്പൊ നമ്മൾ ഫാത്തിഹ അത് നിർബന്ധമായിട്ടും ശരിയായിട്ട് ഓതണം. കാരണം ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം അള്ളാഹ് ഏറ്റെടുക്കൂല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എന്താ? നല്ല അടിപൊളിയായിട്ടുള്ള നിസ്കാരം, ഖുർആന്റെ ആ ഫാത്തിഹ തെറ്റാതെ ഓതിയുള്ള നിസ്കാരം. ഇപ്പൊ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഫാത്തിഹ ശരിയാണോ തെറ്റാണോ എന്നറിയോ? നിസ്കാരം ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം അവിടെ ബാത്തിലാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ ശരിക്ക് പഠിക്കണം. ഇപ്പൊ ഞാനൊക്കെ
6 വർഷം ദർസോതി. ആ ദർസോതിയ സമയത്ത് ആ 6 വർഷം മുഴുവൻ ഉസ്താദ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏത്? ഫാത്തിഹ. ആഴ്ചയിൽ 1-2 ദിവസം ഉസ്താദ് ഇസ്ബ് ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഓദിക്കുന്നത് എന്താ? ഫാത്തിഹ. സത്യം പറയാം, ഫാത്തിഹ ശരിയായിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാ. അങ്ങനെ ഓതി ഉസ്താദ് ഓരോ, അതാണ് ഈ വിഷയക്കായി പറഞ്ഞെന്നാണ് ഇത്. ഇയ്യാക്ക, നമ്മളൊക്കെ പണ്ട് ഓതി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ല അതിനൊക്കെ ഒരു ശൈലിയുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അടാ ഇഹ്ദിന ഇഹ്ദിന, ഈ 2 വ്യത്യാസം നോക്കി. ഇഹ്ദിന ഇഹ്ദിന 2 വ്യത്യാസമല്ലേ? ഇഹ്ദിന സ്വി, കണ്ടില്ലേ എന്ത് രസമുണ്ട്? ഇഹ്ദിന സ്വി, വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഖുർആന് എന്ത് ചെയ്യണം? നമ്മൾ നല്ല ശൈലിയിലും തജ്വീദ് നിയമം അനുസരിച്ച് മാത്രം നമ്മൾ ഖുർആൻ ഓതാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ആ, ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പുറത്തെ ഇപ്പം എല്ലാവരുടെ മുസ്ഹാഫിലും ചിലപ്പോൾ അത് ഉണ്ടായിക്കോളുന്നില്ല. എല്ലാവരുടെ മുസ്ഹാഫിലും യാസീൻ ഉണ്ടോ? ഈ മുസ്ഹാഫിൽ ചിലപ്പോൾ ഉണ്ടായിക്കോളൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ? ആ, ഒരു ഉദാഹരണം ഒറ്റാൾ മതി. അല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ നേരെ അപ്പുറത്തുള്ള ആ അൽബക്കറ സൂറത്തിലെ ഫസ്റ്റ് പേജ് എടുത്താണ്. ഇങ്ങോട്ട് മറക്കി. ആ, ഈ പേജ് ഇന്നല്ലദീന, ഇങ്ങോട്ട് ഈ പേജ് ഫസ്റ്റ് അൽബക്കറ സൂറത്ത്, ഇങ്ങോട്ട്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇത് കണ്ടില്ലേ? അവിടെ ഞാൻ ഏതായാലും പോയി തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. എത്ര ആയത്തെടുത്ത്? ഈ ഒരായത്തില് എന്തൊക്കെ നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ഇവിടെ തുറക്കി. ഇവിടെ ഫസ്റ്റ് ഈ ഭാഗം ആ, ഈ തല ഒന്ന് മറച്ചു കിട്ടും. ഈ ആയത്തില് ഞാൻ തജ്വീദിന്റെ നിയമം, ഈ ആയത്തില് എത്ര നിയമങ്ങൾ നോക്കട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളി. ഇന്നല്ലദീന, അവിടെ നൂനിന് ശദ്ദില്ലേ? ഇന്നല്ലദീന അവിടെ മണിക്കണം. ഇന്നല്ലദീന പറയണേ. ഇന്നല്ലദീന ബാക്കി ഓതി. ആ, ഓതി. ആ, അവിടെ ഒന്നുണ്ട് സവാഉൻ, അഥവാ ആ നീട്ട. സവാഉൻ അത് മദ്. സവാഉൻ പറയണേ. സവാഉൻ. അടുത്തത് അഅൻദർതഹും അവിടെ ഒന്നുണ്ട്. കണ്ടില്ലേ? സാക്കിനായ നൂനിന് ശേഷം എന്ത് വന്നു?
അലിഫല്ല, ശരിക്കും നോക്കി, ദാല് ദാല്. അപ്പൊ സാക്കിനായ നൂനിന്റെ ശേഷം ദാല് വന്നാൽ എന്ത് ചെയ്യണം? എങ്ങനെ മണിക്കണം? മറിച്ചാണോ മറച്ചാണോ? എങ്ങനെ? മറച്ച്. എങ്ങനെ മറക്കുക? ആ നൂനിനെ മറിച്ചിട്ട് ദാലാക്കി ഉച്ചരിക്കുക. അഅൻദർതഹും ഓതി. അഅൻദർതഹും. ബാക്കി ഓതി. ആ ആയത്തിലുണ്ടോ? ഏതാ? അംലം തുൻസിറുഹും അല്ലേ? അവിടെ സാക്കിനായ നൂനേശം ദാല് വന്നു. അവിടെ എന്താണ്? ഇഖ്ഫാ. സാക്കിനായ തൻവീന് ശേഷം ദാല് വന്നാൽ എന്ത് ചെയ്യാ? ഇഖ്ഫാ. ദാല് ദാലാണ്. അംലം തുൻസിറുഹും ലാ യുഅ്മിനൂൻ. ഓതി കാണി. ഈ തജ്വീദൊക്കെ പാലിച്ചിട്ട് ആ ഒരൊറ്റ ആയത്ത് നല്ല അടിപൊളിയായിട്ട് ഓതിക്കാണി. ഇന്നല്ലദീന ഇത് ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരാളെ കൂടെ ഞാൻ ഇവിടെ നിന്ന് ഓതിപ്പിക്കൂട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഓതി നോക്കിക്കോളി. ഇന്നല്ലദീന കഫറൂ ഓതി. സവാഉൻ അലൈഹിം അഅൻദർതഹും أم لم تنذرهم لا يؤمنون. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم أم لم تنذرهم لا يؤمنون. ഇങ്ങനെ ആ ഒരായത്ത് തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് മണിച്ചും മീട്ടിയും എല്ലാം ഓതുമ്പോൾ ആ ഒരായത്തൊന്ന് അടിപൊളിയായിട്ട് ഓതി ശരിക്ക് പഠിച്ചാൽ ബാക്കിയുള്ള ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ മണിക്കും ചെയ്തെല്ലാം ക്ലിയർ ആക്കിയാൽ ഖുർആൻ ശരിക്ക് നമ്മൾ ഓതാൻ കിട്ടും. ഇനി ഞാൻ ഓതി തന്ന പോലെ ധൈര്യത്തിൽ ഇവിടെ വന്ന ആർക്കാ ധൈര്യമുള്ളത് ഓതിത്തരാൻ? ഞാൻ ഓതിയ പോലെ ഒന്നുകൂടി കേട്ടി, ഒന്നുകൂടി ഓതിത്തരാം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും أم لم تنذرهم لا يؤمنون. ഇതേപോലെ ശൈലിയിൽ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് ഒരൊറ്റ ആയത്ത് ഓതിത്തരാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ആ ഇത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്ന് അല്ലേ? ഈ എത്ര മണിക്കൂറായി? 8:30 നമ്മൾ 8:50 ഞാൻ വിളിക്കട്ടെ? ഞാൻ വിളിച്ചാ പിന്നെ അതേപോലെ ഓതിത്തരേണ്ടി വരും. ആ സ്വന്തമായിട്ട് ഞാൻ ഓതിത്തരാം ഉസ്താദ്. ഇത്രയും സമയം ഞാൻ ഇവിടെ ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തന്നാ ഉസ്താദ് ഞാൻ ഓതിത്തരാം. എനിക്ക് ആ ഒരു ക്ലാസ് ഫലപ്രദമായിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ധൈര്യത്തിൽ ഓതാം. ആർക്കാ? അവസാനമായിട്ട് ഒരു ചാൻസ് ഞാൻ തരാം. ഒന്നുകൂടി ഞാൻ ഓതിത്തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഞാൻ ഓതുമ്പോൾ ഖുറാൻക്ക് നോക്കിയാൽ മതി. ഞാൻ എങ്ങനെ ഓതുന്നു അതേപോലെ ഓതി തന്നാൽ മതി. ചെറിയ ആയത്താണ്, വലുതൊന്നുമല്ല. നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ. അതുകൊണ്ടാണ് ചെറിയ ആയത്ത് തിരഞ്ഞെടുത്തത്.
ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. ആർക്കാ കയ്യ? ഇവിടെ വന്ന് ധൈര്യത്തിൽ തന്നെ ഓയി തന്ന ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപനത്തിൽ നമ്മൾ സമ്മാനം കൊടുക്കും. ധൈര്യം ഉണ്ടോ? തെറ്റിയാലും ഞാൻ ശരിയാക്കി തരാം. അതിനല്ല ഞാൻ ഇവിടെ ഉള്ളത്. വിളിച്ച അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളിപ്പോ ഒരു വേദിയിലേക്ക് വിളിക്കുമ്പോൾ പ്രസംഗിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കഥ പറയാനാണെങ്കിലും ഓതാനാണെങ്കിലും ആർക്കതിൽ ഇവിടെ വന്ന് നിന്ന് എന്തെങ്കിലും പറയാൻ കഴിവുള്ളവരെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇവിടെ നോക്കി എല്ലാവരും കാണട്ടെ. ആയിക്കോട്ടെ, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. ഔദും ബിസ്മിക്ക് ഓതി ഉഷാറായിട്ട് ഓതിക്കാണെന്ന് ചാരിൽ കണ്ട അങ്ങനെ. നിങ്ങളെ കാലിലെന്താ പ്രശ്നം ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നല്ലദീന കഫറു വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. മാഷാ അല്ലാഹ്. 2-3 തെറ്റുള്ളൂ അൽഹംദുലില്ലാഹ്. എന്നാലും ഓന് നിങ്ങളെ പേരെന്താ? മെഹർ സൈൻ. മാഷാ അല്ലാഹ്. ഈ മെഹർ സൈൻ ഇവിടെ വന്ന് ഇവിടെ ഓതി തന്നില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ ഇയാളെയാണെന്ന് ക്ഷണിച്ചല്ല, അദ്ദേഹം സ്വയം തീരുമാനം ഞാൻ ഓതിത്തരാം എന്നുള്ള ഇവിടെ വന്ന് ഓതി തന്നതിന് ഏറ്റവും വലിയ മാർക്കുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് സമ്മാനം കൊടുക്കും. 2-3 തെറ്റ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലിയർ ആക്കി തരും. എന്നാലേ മാർജിൻ ഓതി തന്നല്ല. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ജസാഖല്ലാഹ്. ഞാനാ ഓതാൻ പറ്റുന്ന പോലെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا وسواء أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഞാൻ ഒരു കാര്യം എനിക്ക് ഞാൻ അദ്ദേഹവും നമ്മളെ നുമാനും ഓതിയ ആയത്തിൽ എനിക്ക് മനസ്സിലായ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇന്നല്ലദീന കഫറു എന്നുള്ളൊരു വാവ് ചെയ്ത് ശ്രദ്ധിച്ചു നോക്കി ഇല്ലേ? ആ വാവ് എന്തിനുള്ളതാ? പക്ഷെ ഇവിടെ ചില ആളുകൾ കൺഫ്യൂഷൻ, ഈ വാവ് നീട്ടാനാണോ? പക്ഷെ രണ്ടാൾ ഓതിയത് എങ്ങനെ? ഇന്നല്ലദീന കഫറു വസവാഉന്നല്ല അവിടെ. ആ വാവ് നീട്ടാനുള്ളതാണ്. സവാഉൻ കണ്ടില്ലേ? അൽഹംദുലില്ലാഹ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വാവ് നീട്ടാനുള്ളതാണ്, വേറെ വസവാഉന്ന് ഓതാനുള്ളതല്ല കേട്ടോ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഏതായാലും ഒരായത്ത് എടുത്തു. ഇപ്പൊ എന്തൊക്കെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ്? ഒന്ന് പറയും. തജ്വീദ്. ഇനി അങ്ങോട്ട് തജ്വീദിന്റെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞാൽ
തജ്വീദിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് തരും. നമ്മൾ ശരിക്ക് തജ്വീദ് പഠിക്കണം, വെറുതെ ഓതാൻ പറ്റൂല. പാടുണ്ടോ? നമ്മൾ എന്തിനാ മദ്രസയ്ക്ക് വരേണ്ടത്? നമ്മൾ ഈ ദിവസം എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് 2 മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ എന്തിനാ മദ്രസ പോകുന്നത്? എനിക്ക് ശരിക്കും ഖുർആൻ ഓതി പഠിക്കാനല്ലേ, ഖുർആൻ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതാനല്ലേ ഞാൻ മദ്രസയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കത് പഠിക്കണം എന്ന ഒരൊറ്റ ചിന്തയോടുകൂടെ നമ്മൾ ഏറ്റവും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മദ്രസ വിഷയത്തിൽ, മദ്രസ എന്നല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെ ഓതണം? വെറുതെ ഓതിയിട്ട് കാര്യമുണ്ടോ? അറിയില്ലെങ്കിൽ ഉസ്താദുമാരുമായിട്ട് പോയിട്ട് അവരെ സമീപിച്ച് പഠിക്കണം എന്നാണ്. അതാണ് പഠിക്കേണ്ട രൂപങ്ങൾ എന്നുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. എന്ത്? ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിക്കുന്നതും സ്വന്തമായി പഠിക്കുന്നതും രണ്ട് തരത്തിലാണ്. ആണോ അല്ലേ? ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിക്കുമ്പോൾ ഉസ്താദ് അതിൽ തെറ്റുകളൊക്കെ മനസ്സിലാക്കി തരും. മറിച്ച് നിങ്ങൾ സ്വയം പഠിക്കുന്നതോ ചിലപ്പോൾ നിങ്ങൾ ആ തെറ്റ് അങ്ങനെ പഠിച്ചു വെക്കും, ഭാവിയിലും വലുതായി കഴിഞ്ഞാൽ ആ തെറ്റ് അങ്ങനെ തന്നെ ഓതിപ്പോകും. മറിച്ച് ഒരു ഉസ്താദിന്റെ